ഇപ്പോൾ ഏതായാലും നിങ്ങൾ ഇതിന് മുമ്പത്തെ 2 വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു ലെയറും അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനും എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ മിഡിൽ ലെയർ സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെറിയ ഫോർമുലാസൊക്കെ അറിഞ്ഞിരിക്കാനായിട്ടുണ്ട്. അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഫോർമുലാസിൻ്റെ കുറച്ച് കീവേഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ കീവേഡ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മളൊരു ഫേസ് ഫിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, ഇത് വൈറ്റിൻ്റെ സൈഡ്, ഇത് ബ്ലൂവിൻ്റെ സൈഡ്, ഇത് ഓറഞ്ചിൻ്റെ സൈഡ്, അങ്ങനെ എന്താ വെച്ചാൽ മിഡിൽ ബ്ലോക്ക് ഒരിക്കലും മൂവ് ചെയ്യാത്ത ബ്ലോക്സാണ്. ആൻഡ് ഇത് നമ്മുടെ സൈഡ്, ഇത് ബ്ലൂവിൻ്റെ സൈഡായിരിക്കും, ഇത് വൈറ്റിൻ്റെ സൈഡായിരിക്കും, ഇത് ഗ്രീനിൻ്റെ സൈഡായിരിക്കും എന്ന് നമുക്ക് ആ സൈഡ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ആൻഡ് ഇപ്പം നമുക്ക് ഫോർമുലാസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർമുലാസ് നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുലാസൊക്കെ വരാൻ പോകുന്നത് ഫ്രണ്ട്, അപ്പ്, റൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഫോർമുലാസ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് ഫിക്സ് ചെയ്ത് നോക്കി. ഈ ഒരു ഫേസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ ഓറഞ്ച് കിടക്കുന്നത്, മേലെ വൈറ്റ്, താഴെ യെല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ ഓറഞ്ച് വെക്കുന്ന ഒരു ഫേസ് വെച്ചു. ഓക്കെ, ഇനി ഫോർമുലയിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് ഉണ്ട്. ആ കീവേഡ് പറയുമ്പോൾ എന്താ മീൻ ചെയ്യണമെന്ന് നോക്കാം. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു, ഇതല്ലേ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫേസ്, ഈ ഫേസിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരിക്കൽ തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഫോർമുലയിലത്തെ കീവേഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കീവേഡ് വരികയാണെങ്കിൽ ഈ ഫ്രണ്ട് ഫേസ്, ഓറഞ്ചിൻ്റെ ഫേസ്, ഫ്രണ്ട് ഫേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരിക്കൽ തിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഫേസ് ഒരിക്കൽ റൈറ്റിലോട്ട് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക, അതാണ് ഫ്രണ്ട്. ഓക്കെ, ഇനി അപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത കീവേഡ്. അപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേലത്തെ ഫേസ് ചെയ്താൽ വൈറ്റിൻ്റെ ഫേസ്, മേലത്തെ ഫേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരിക്കൽ തിരിക്കുക. ഓക്കെ, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലത്തെ ഫേസ് ഒരിക്കൽ തിരിക്കുക. അപ്പ് എന്ന് പറയുമ്പോൾ മേലത്തെ ഫേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരിക്കൽ തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ നമ്മളിപ്പോൾ തിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ടായി, അപ്പായി. ഇനി ഡൗൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഇത് അപ്പ്, അപ്പോൾ ഇത് ഡൗൺ. ഈ ഫേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ തിരിക്കണം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും, അപ്പോൾ ഈ ഡയറക്ഷനിൽ തിരിക്കണം, അതാണ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഫേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അപ്പ് എന്ന് പറയുമ്പോൾ അപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഡൗൺ എന്ന് പറയുമ്പോൾ ഡൗൺ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്കിനി ബാക്കിയുള്ള ഫോർമുലാസൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്, അപ്പ്, ഡൗൺ. ഇനി ഫ്രണ്ടായി, അപ്പായി, ഡൗൺ ആയി. ഇനി ബാക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റുള്ളതാണ് ബാക്ക്. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുക, ഇതാണ് അപ്പോൾ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇനി ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ബാക്കിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരിക്കൽ തിരിക്കണം. ബാക്കിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് തിരിക്കുക. ഫ്രണ്ടിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെയാണ്, അപ്പോൾ ബാക്കിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദി എക്സാക്ട് ഓപ്പോസിറ്റ്. ഇങ്ങനെയായിരിക്കും ബാക്ക് എന്ന് പറയുമ്പോൾ തിരിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്, അപ്പ്, ബാക്ക്, ഡൗൺ. ഓക്കെ, അപ്പോൾ ഈ 4 ഫേസ് ഓക്കെ ആയില്ലേ? ഫ്രണ്ട്, അപ്പ്, ബാക്ക് ആൻഡ് ഡൗൺ. അപ്പോൾ ഈ 4 ഫേസും ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് 2 ഫേസും കൂടെ ബാക്കിയുണ്ട്, റൈറ്റും ലെഫ്റ്റും. ഓക്കെ, ഫ്രണ്ട്, അപ്പ്, ബാക്ക്, ഡൗൺ കഴിഞ്ഞു. ഇനി റൈറ്റും ലെഫ്റ്റും കൂടെ ബാക്കിയുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഫേസ് ഫിക്സ് ആക്കി വെക്കണം. ഓറഞ്ച് തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, ഇനി റൈറ്റ് ചെയ്യാനായിട്ട്, റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലത്തെ ഈ ഒരു ഫേസ് ക്ലോക്ക് വൈസ് ഒരിക്കൽ തിരിക്കണം. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് റൈറ്റ്. ഫ്രണ്ട്, അപ്പ്, റൈറ്റ്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഫേസ് എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരിക്കൽ തിരിക്കുക, ആൻഡ് ദാറ്റ് ഈസ് ഇങ്ങനെ.
ഓക്കെ, ലെഫ്റ്റിൻ്റെ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ക്ലോക്ക് ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുക, അതുകൊണ്ട് ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു 6 ചെറിയ കീവേഡ്സ് ക്ലിയറായിട്ട് നോക്കി വയ്ക്കാം. ഇനി കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആവുന്ന ഒരു ചെറിയൊരു കാര്യം പറയാം. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന 6 കീവേഡ്സ് പക്കയായിട്ട് ക്ലിയർ ആണെങ്കിൽ ഇനി വരാൻ പോകുന്നതും ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ 6 കീവേഡ്സ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടെ റീപ്ലേ ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സെയിം ഫേസ് തന്നെ വയ്ക്കുക, ഓറഞ്ച് തന്നെ ഫിക്സ് ആക്കി വയ്ക്കുക, അപ്പിൽ വൈറ്റ് ബോട്ടമിൽ യെല്ലോ അങ്ങനെ തന്നെ ഇരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അപ്പോഴേ നോക്കിയത് ഫ്രണ്ട്, അപ്പ്, ബാക്ക്, ഡൗൺ, റൈറ്റ്, ലെഫ്റ്റ് അതായിരുന്നു. ഇനി ഇതിനൊക്കെ ഒരു ഇൻവേർട്ടഡ് ഇതും കൂടെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിലാണ് തിരിക്കുക. അപ്പോൾ ഫ്രണ്ട് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കണം. ഇനി നമ്മൾ തിരിച്ചതിൻ്റെ ഓപ്പോസിറ്റ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. അതുപോലെ തന്നെ ഇത് അപ്പ്, സോ ഇത് അപ്പാണ് ആൻഡ് ദിസ് ഇസ് അപ്പ് ഇൻവേർട്ടഡ്. ക്യൂബ് ശരി പഴക്കമുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ ഇത് അപ്പ്, ഇത് അപ്പ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്. ഓക്കെ, അപ്പ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കും, അപ്പ് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കും. അതുപോലെ തന്നെ ഇതാണ് ബോട്ടം പാർട്ട്, ഇതാണ് ഡൗൺ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഷൻ. ഇപ്പോൾ ഡൗൺ ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഈ മോഷൻ. ഡൗൺ എന്ന് പറയുമ്പോൾ ഈ മോഷൻ, ഡൗൺ ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മോഷൻ. ഓക്കെ, അപ്പോൾ വി ഹാവ് ഫ്രണ്ട് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കിയത് ബാക്കാണ്. ബാക്ക് ഇവിടെ ഇരിക്കുന്നത് ആൻഡ് ദിസ് ഇസ് ബാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഷനാണ് വരിക. ബാക്ക് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്, ബാക്ക് ഇൻവേർട്ടഡ്, ബാക്ക് ഇൻവേർട്ടഡ്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റും ലെഫ്റ്റുമാണ്. നമ്മൾ മനസ്സിലാക്കിയായിരുന്നു നേരത്തെ ദാറ്റ് ദിസ് ഇസ് റൈറ്റ് എന്ന് പറഞ്ഞ മോഷൻ, റൈറ്റിലത്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് ഇൻവേർട്ടഡ് എന്താ, സെയിം തിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. റൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, റൈറ്റ് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതുപോലെ തന്നെ ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ലെഫ്റ്റ് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഓക്കെ, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ലെഫ്റ്റ് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഈ ഇൻവേർട്ടഡും വെറുതെ പറയുമ്പോഴാണ്. ഫ്രണ്ട് ഇൻവേർട്ടഡ്. എപ്പോഴും ഈ ഇൻവേർട്ടഡ് പറയാത്ത സമയത്ത് ഇറ്റ് ഓൾവേസ് മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിന്ന്, ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് ഈ ചെറിയ കീവേഡ്സ് മൊത്തം ക്ലിയർ ആയിട്ട് പഠിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സും വെരി ഈസി ആയിരിക്കും. ജസ്റ്റ് കുറച്ച് ഫോർമുലാസ് മാത്രം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ മതി. ഓക്കെ, സോ താങ്ക് യു.